മലയാള നാട്ടിലെ മാലോകരെ, മലയാള നാട്ടിലെ മാലോകരെ, പൊരുതി ജയിക്കാനൊരുങ്ങിയല്ലോ പോരാളികൾ. ഇടതു സ്ഥാനാർത്ഥികൾ ഇടതാടു നമ്മുടെ ഹൃദയപക്ഷം. പോരാട്ടമാണിനി ഏകലക്ഷ്യം. കരുതണം കാര്യപ്രസക്തമായ കാര്യമാണല്ലോ തിരഞ്ഞെടുപ്പ്. അതിനായി നമ്മൾ അണിനിരത്തി അനുയോജ്യരാകുമീ നേതാക്കളെ. അവരുടെ ചിഹ്നത്തിൽ വോട്ടു നൽകി ഇടതുപക്ഷത്തെ ജയിപ്പിക്കുവിൻ. ജനമാണു നമ്മുടെ ശക്തി കേന്ദ്രം, ജനപക്ഷമാണീ ഇടതുപക്ഷം. 20 മണ്ഡലം ഈ മുന്നണി നേടിയെടുപ്പതു കാണുവാനും, ഇരുളകന്നുള്ളൊരു ഭരണകാലം ദേശത്തു വന്നു ഭവിക്കുവാനും, മറക്കാതെ മൂല്യവത്തായ വോട്ടാൽ ഇടതുപക്ഷത്തെ തുണച്ചിടുവിൻ. നേതൃത്വ പാടവമേറെയുള്ള 20 വ്യക്തികൾ സ്ഥാനാർത്ഥികൾ, ഇടതുപക്ഷത്തിന്റെ താരകങ്ങൾ. ഇവരാണുജ്വല സാരഥികൾ. തിരുവനന്തപുരം തർക്കമില്ല, ദിവാകരൻ തന്നെ വിജയിച്ചിടും. ആറ്റിങ്ങൽ സമ്പന്നമാക്കിയവൻ സമ്പത്തു തന്നെ ജയാളിയാകും. കൊല്ലത്തു ബാലഗോപാൽ ജയിക്കും, പത്തനംതിട്ടയിൽ വീണ നേടും. ചിറ്റയം ഗോപകുമാർ ജയിക്കും, മാവേലി തൻ കരയാം കരയിൽ. ആലപ്പുഴക്കടൽ കാറ്റു ചൊല്ലി ആരിഫു തന്നെ ജയിക്കുമെന്ന്. ഇടുക്കിയിൽ ജോയിസ് ജോർജ് വീണ്ടും വിജയം വരിക്കും സുനിശ്ചിതമായി. കോട്ടയം മണ്ഡലമാരു നേടും, VN വാസവൻ തന്നെ നേടും. എറണാകുളത്തു പി രാജീവ് താൻ, ചാലക്കുടിയിൽ ഇന്നസെന്റും. സംസ്കാര ഭൂമികയാം തൃശൂരിൽ രാജാജി തന്നെ ജയിച്ചു കയറും. ആലത്തൂരാർക്കൊപ്പമെന്നു ചോദ്യം, ഒറ്റവാക്കുത്തരം PK ബിജു. മലപ്പുറം കോട്ട പിടിച്ചടക്കും യുവരക്തം നമ്മുടെ VP സാനു. പാലക്കാടിനഭിമാനമായി MP രാജേഷ് MP ആകും. പൊന്നാനിയിൽ അൻവർ പൊന്നുപോലെ തിളക്കമാർന്നുള്ള ജയം വരിക്കും. പ്രദീപ് കുമാർ ധീര ജനനായകൻ കോഴിക്കോട്ട് കരുത്തനാകും. വടകര വെൽവതു കെൽപ്പുള്ളവൻ പി ജയരാജൻ തന്നെയാകും. വയനാട്ടിൽ വയലേല ചേർന്നു നിൽക്കും, PP സുനീറിനു ജയ് വിളിക്കും. കണ്ണൂരിൽ PK ശ്രീമതിയും, കാസർകോട്ട് സതീഷ് ചന്ദ്രനും. ഇടതുപക്ഷത്തിൻ കൊടി ഉയർത്തും, ചെങ്കൊടി പാറിപ്പറക്കുമെന്നും, ചെങ്കൊടി പാറിപ്പറക്കുമെന്നും. ജനമാണു നമ്മൾക്കു ശക്തി കേന്ദ്രം, ജനപക്ഷമാണീ ഇടതുപക്ഷം, ജനപക്ഷമാണീ ഇടതുപക്ഷം.